എന്നോട് ബെസ്റ്റ് വിഷസ് പറഞ്ഞു. ആന്റി, എനിക്കൊരു ചെറിയ സംശയം. എന്താ മോളെ? ഇനി അഥവാ നിങ്ങളുടെ ഭാവി മരുമകള് ഈ വീടിന്റെ രീതികൾക്ക് എതിരായി പ്രവർത്തിച്ച അവളോട് നിങ്ങൾ എന്ത് ചെയ്യും? സമ്പ്രദായത്തിന്റെ കാര്യത്തില് വീഴ്ചകൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നേ? ഇത് നിനക്കറിയാത്തതൊന്നും അല്ലല്ലോ. എന്റെ ആലോചനകൾക്ക് വിപരീതമായി പ്രവർത്തിച്ചാല് ഞാൻ അടങ്ങിയിരിക്കില്ല. കള്ള എള്ളോളാണെങ്കിലും എനിക്ക് പറ്റില്ല. അഭിനയിക്കുന്നവരെനിക്ക് ഒട്ടും പിടിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ ശിക്ഷ അതികഠിനമായിരിക്കും. അതിന്റെ അനന്തരഫലം ഒരുപക്ഷെ തീവ്രമായിരിക്കും. ഈ കല്യാണത്തിന് എന്തെങ്കിലും ചതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചാവണമെന്നാണെങ്കിൽ ചാവും, അല്ല കൊല്ലണമെന്നാണെങ്കിൽ കൊല്ലും. അതിന്റെ അവസാനം കാണാതെ എനിക്ക് ഉറക്കം വരില്ല. എന്റെ അമ്മോ, ഇവരെന്താ ഈ റേഞ്ചിലൊക്കെ സംസാരിക്കുന്നേ? അല്ല അതിരിക്കട്ടെ, മോൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? വെറുതെ ചോദിച്ചതാ ആന്റി. കാര്യമില്ലാത്ത കാരണവും പായസം ഇല്ലാത്ത ഓണോ എന്ന് പറയും പോലെ എന്തോ ഒരു കാര്യമില്ലാതെ നീ ഇത് ചോദിക്കേണ്ട ആവശ്യം എന്താ? കപടനാടക സൂത്രധാരികളുടെ മർമ്മം അത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ ചേച്ചി. വെറുതെ വായി തോന്നിയത് പറയാതെ കുറച്ചു നേരം മിണ്ടാതിരിക്കെ. നോക്കുമോള് നിഹാരിക, ആവനിയും നിന്നെപ്പോലെ ആചാരങ്ങളില് വളരെ കണിശക്കാരിയാണ്. നിന്നെ കാണുന്നതിന് മുമ്പ് ഞങ്ങൾ ആവനിയിലാണ് പെൺകുട്ടികളെന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് കണ്ടത്. മുതിർന്നവരെ ബഹുമാനിക്കുന്ന രീതിയിലാണെങ്കിലും കുടുംബത്തിന്റെ ഉത്തരവാദിത്ത കാര്യങ്ങളിൽ ഇനി എന്ത് സഹായം ചെയ്യണേലും ത്യാഗം ചെയ്യണേലും ഇനി ചേർത്ത് പിടിക്കുന്ന കാര്യത്തിലും ഒന്നല്ല ഒരുപാട് ലക്ഷണങ്ങള് ഞങ്ങൾക്ക് അവളിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവൾ ഏത് വീട്ടിലേക്ക് മരുമകളായി കയറി ചെല്ലെന്നറിയില്ല. പക്ഷെ അവരെന്തായാലും ഭാഗ്യം ചെയ്തവരായിരിക്കും. അവനിക്ക് ഈ വീട്ടിൽ അത്യാവശ്യം നല്ല അഭിപ്രായമാണല്ലോ. അതായത് എന്റെ ജോബ് കുറച്ചുകൂടെ ടഫായെന്നർത്ഥം. മോള് അവനിയെ പോലെ എല്ലാരെ കൊണ്ട് ഇതുപോലെ പറയിപ്പിക്കണം. കേട്ടല്ലോ മോളെ? ശരി അമ്മേ. അവനി, നീ പറഞ്ഞ പോലെ നിഹാരികയെ ലഭിച്ചത് ശരിക്കും ഞങ്ങളുടെ ഭാഗ്യമോളെ. നിന്നെപ്പോലെ എല്ലാ കാര്യങ്ങളും അവള് സമ്പ്രദായങ്ങൾക്കനുസരിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. ചേട്ടൻ പറഞ്ഞ പോലെ നിലവിൽ നിങ്ങൾ രണ്ടുപേരും എന്റെ വീടിന്റെ രണ്ട് കണ്ണുകള് പോലെയാണ്. ശരി ശരി, എല്ലാവരും ചെന്ന് പണികളൊക്കെ നോക്ക്. എന്തോ സംഭവിക്കുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളുടെ കണ്ണിൽ പെടാതിരിക്കില്ലല്ലോ ലാവണ്യ. വന്നേ. എന്താ ഭയം? എന്റെ ബയോഡേറ്റിലില്ല,
ബ്ലഡിലില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നിന്റെ നെറ്റിയിലെ ആ വിയർപ്പ് എന്താണാവോ? നിന്റെ കളി ഇവര് പിടിച്ചു കഴിഞ്ഞാ നിന്റെ ഫ്യൂച്ചർ എന്താകൂന്ന് ഒരു ക്ലിയർ പിക്ചർ കിട്ടിയില്ലേ? 1 മാസം തികയുന്നതിന് മുമ്പ് നിന്റെ തനി സ്വരൂപം പുറത്തു കാണിക്കും. ഓർത്തു വെച്ചോ. വേദവതിയുടെ വീട്ടിലെ വലിയ മരുമകളായില്ലേ? അവിടെ നിനക്ക് ഒരു കുറവും കാണില്ലെന്ന് എന്റെ ഫ്രണ്ട്സ് പറയുമായിരുന്നു. അവർ എക്സ്പെക്ട് ചെയ്തത് വേറെ, ഇവിടെ റിയാലിറ്റി വേറെ. ഉറുമ്പുണ്ടാക്കിയ മാളത്തില് പാമ്പ് വന്ന് താമസിക്കുന്നത് പോലെ വീട്ടിലേക്ക് ആരൊക്കെയോ വരുന്നുണ്ട്. ചേച്ചി പുറത്തുനിന്ന് വന്ന പെണ്ണ, ഞങ്ങൾ ഈ വീട്ടിൽ തന്നെയുള്ളതാ. എല്ലാവരുടെ അവസ്ഥ ഇപ്പൊ ഒരുപോലെ തന്നെയാ. മരുമകളുടെ മുഖത്ത് കരി പിടിച്ച ഭാവം എന്താ? ആ അവനീ ശരിക്കും നിർത്തിയതെന്താ? എന്താ പറയാൻ വന്നതെന്ന് വെച്ചാ പറ. കുറച്ച് അഹങ്കാരം കൂടുതലാണല്ലേ? നിനക്കെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നുന്നേ? അവളുടെ സംസാരം കേട്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിയത്. ഞങ്ങളെ നേരത്തെ അവള് സകല നദിയിലെയും വെള്ളം കുടിപ്പിച്ചതാ. അതുകൊണ്ടാ അവൾ ഈ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അമ്മയുടെ മുമ്പിൽ സ്ട്രൈക്ക് ചെയ്തിരുന്നേ. നീ ഇപ്പൊ അതിൽ ഉപ്പും നാരങ്ങയും ചേർത്ത് തിരിച്ചു വിളിച്ചു. എന്റെ ചേട്ടനെ എന്നെ തമ്മിൽ അകറ്റിയതേ അവളാ. നീയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു നിന്നോ. അല്ല, അവളെ കുറിച്ച് ആലോചിച്ച് നീ എന്തിനാ പേടിക്കുന്നേ? ഈ വീട്ടിലെ സമ്പ്രദായങ്ങളൊക്കെ നീറ്റായിട്ട് പാലിക്കുന്നുണ്ടല്ലോ. പേടിയോ? അയ്യേ, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ക്യാഷ്വലായിട്ടൊന്ന് അറിയാമല്ലോ എന്ന് കരുതി ചോദിച്ചതാ. ആവനി ഈ വീട്ടിൽ വരുന്ന കാര്യത്തിൽ നീ ഞങ്ങളുടെ അമ്മയെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ സീൻ വേറൊന്നായേനെ. ആവശ്യമില്ലാതെ ഓരോ തലവേദന ഉണ്ടാക്കാൻ. അവള് കാരണം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോന്ന് ടെൻഷൻ ആവുന്നുണ്ടോ? അവള് കാരണം ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നെ? അവളുടെ വഴി അവൾക്ക്, എന്റെ വഴി എനിക്ക്. വെറുതെ അറിയാലോന്ന് കരുതി ചോദിച്ചതാ. ശരി ശരി, നിങ്ങളെന്തോ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നില്ലേ? ഞാൻ വന്ന് ഡിസ്റ്റർബ് ചെയ്തെന്ന് തോന്നുന്നു. സംസാരിച്ചോളൂ. ബുദ്ധിമുട്ടില്ലെന്ന് പറയാൻ തന്നെ അവക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്നെങ്കിലും ഒരു ദിവസം യുദ്ധം ഉണ്ടാവാം. ശത്രുവിനെ തൊട്ടടുത്ത പീഠത്തിലിരുത്തിയിട്ടാ ഞാൻ ചാലഞ്ച് ചെയ്തത്. ഞാൻ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രീകറിനെ എനിക്ക് ഒരിക്കലും ലഭിക്കില്ല. അവനിയോട് എത്രയും പെട്ടെന്ന് ചെക്ക്മേറ്റ് പറയണം. എന്തുപറ്റി? താൻ ഇത്രയും വലിയ പുലിയാണോ? തന്നെ കണ്ടപ്പോ അവള് ഷോക്കായി പോയി. എന്നെ കണ്ട് പേടിച്ച കാര്യമൊക്കെ സത്യം തന്നെ ഏട്ടാ. പക്ഷേ അവള് നല്ല വാശിയില്ല. തന്നോട് എന്തെങ്കിലും ഹാഷായിട്ട് പറഞ്ഞോ? ചലഞ്ച് ചെയ്തു. എന്ത്? നീ ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും ഞാനാ ഈ വീട്ടിലെ മരുമകള്. ആവില്ല. ചാലഞ്ച്. ഈ വീട്ടിലെ മരുമകളാകാൻ വേണ്ടി അവൾ എന്തായാലും നല്ല വാശിയില്ല. വരുന്ന ദിവസങ്ങളില് എങ്ങനെയെങ്കിലുമൊക്കെ അവളുടെ സ്വഭാവം പുറത്തു കൊണ്ടുവരാൻ നമ്മൾ കാത്തിരിക്കുന്നതിനേക്കാളും നമുക്കെല്ലാം വിളിച്ചു പറഞ്ഞാലോ? നമ്മുടെ വാക്കുകളെ വിശ്വസിക്കില്ല. കൂടാതെ നമുക്കിടയിൽ എന്തോ ബന്ധമുണ്ടെന്നുള്ള അവരുടെ സംശയം അത് കൂടുകയും ചെയ്യും. ആ നിഹാരിക്കെ ഒഴിവാക്കി ആവനിയെ മരുമകളാക്കാൻ വേണ്ടി നിഹാരിക്കെ കുറിച്ച് മോശം പറയാണെന്ന് കരുതൂ. പിന്നെ വേറെന്താ ചെയ്യാ? തോൽവി അംഗീകരിക്കേണ്ടി വരുമെന്ന പേടിയൊന്നും എനിക്കില്ല. പക്ഷേ അവളുടെ സ്വഭാവം പുറത്തു കൊണ്ടുവരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. കണ്ണു മൂടി കെട്ടിവെച്ച നീതി ദേവതയുടെ മുന്നിൽ പോലും തെളിവുകളെയും സാക്ഷികളെയും കാണിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ളപ്പോ ഓരോ നിമിഷവും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് സത്യം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ തെളിവുകൾ ആവശ്യമുണ്ട്. താൻ പറയുന്ന പോലെ തന്നെ ചെയ്യാ അവനി. അവസ്ഥകളൊക്കെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അവൾക്കും എനിക്കും ഇടയിലുള്ള പോരാട്ടം ഇപ്പോഴല്ല സ്റ്റാർട്ട് ചെയ്തേ. താലിബന്ധത്തിനും ജാതകത്തിനും ഇടയിൽ ആരംഭിച്ച യുദ്ധമായത്.
നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിൽ നടക്കുന്ന പോരാട്ടമാണിത്. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. കുറച്ച് വൈകിയാണെങ്കിലും കുരുക്ഷേത്ര യുദ്ധത്തില് പാണ്ഡവര് തന്നെയാ ജയിച്ചതടോ, കൗരവരല്ല. താനീ ചെയ്യുന്നതും ധർമ്മയുദ്ധവാ. അതുകൊണ്ട് വിജയം തനിക്ക് തന്നെയായിരിക്കും. എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. താൻ വേറൊന്നും ആലോചിക്കണ്ട. അല്ല, അവനി എന്താ വരാത്ത? മോളെ അവനി, മോളെ ഭക്ഷണം കഴിക്കാൻ വാ. വാ മോളെ, ഇരിക്കെ. നിഹാരിക, അവനിക്കും വിളമ്പ് മോളെ. നിഹാരികയും നല്ല രുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കും മോളെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നീ ഒന്ന് കഴിച്ചു നോക്ക്, നിനക്ക് ഇഷ്ടപ്പെടും. ശരിക്കും വേദവതി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കും. അതെ അതെ, നിഹാരികയ്ക്ക് ഇവിടെ പാചകത്തിൽ 100-ൽ 100. ഇതിനു മുൻപ് ആവനിയും നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. അന്ന് ആവനി ഉണ്ടാക്കിയിരുന്നതും അമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആയിരുന്നില്ലേ അച്ഛാ? അവനെ രുചിയായിട്ട് ഉണ്ടാക്കുമായിരുന്നു. ഓരോരുത്തർക്കും ഓരോ കൈപ്പുണ്യല്ലേ. ആവനിയുടെ കൈപ്പുണ്യത്തെ കുറച്ച് കാണുന്നേയില്ല. മോളും ഇരിക്കും മോളെ. ആ, നിങ്ങളെല്ലാവരും കഴിച്ചിട്ട് കഴിച്ചോളാം അമ്മേ. മോളുടെ ഈ സ്വഭാവം സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ആ, എല്ലാരും കഴിച്ചോളൂ. ഒരു നിമിഷം. പ്രാർത്ഥനയാണോ? അതൊക്കെ നേരത്തെ കഴിഞ്ഞു. ഒരു പ്രധാനപ്പെട്ട വിഷയം. മോള് പറ. നാളെ വെള്ളിയാഴ്ചയാ. മറ്റന്നാള് ശനിയാഴ്ച, അത് കഴിഞ്ഞാൽ ഞായറാഴ്ച. ഇത് പറയാൻ വേണ്ടിയാണോ നിൽക്കാൻ പറഞ്ഞേ? വെരി സില്ലി. അങ്ങനെയല്ലേ അളിയ? നിങ്ങൾ ഈ വീട്ടിൽ തന്നെ നിന്നു പോകാനുള്ള കാരണം ഈ ബുദ്ധിയാണെന്ന് തോന്നുന്നു അളിയ. താങ്ക് യു. നീ പറ മോളെ. ഈ മാസം വെള്ളിയാഴ്ച ദിവസം ഭാവി മരുമകള് വീട്ടിലെ ചില കാര്യങ്ങൾ ചെയ്ത ഭർത്താവിന്റെ വീട്ടില് നല്ലത് സംഭവിക്കുമെന്ന. എന്തിലോ എന്നെ പെടുത്താൻ നോക്കുവോ? എന്താ മോള് ചെയ്യണ്ടേ? നാളെ കാലത്ത് അതിരാവിലെ 3 മണിക്ക് ബ്രഹ്മമുഹൂർത്തമുണ്ട്. ആ, ആ മുഹൂർത്തത്തില് തുളസി ചെടിയുടെ അടുത്ത് നിന്ന് 9 കുടം തണുത്ത വെള്ളത്തിൽ സ്നാനം ചെയ്യണം. തണുത്ത വെള്ളോ? അതും 9 കുടവോ? എന്തേ, പറ്റില്ലേ? നിനക്കതിന് കഴിയില്ലേ? എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാ പൂർണ്ണമായിട്ട് കേൾക്ക്. 9 കുടം തണുത്ത വെള്ളത്തിൽ സ്നാനം ചെയ്ത് അമ്മയുടെ മുന്നില് ദീപം തെളിയിക്കണം. ചില്ലറ പണിയല്ലല്ലോ ഭഗവാനെ. നിഹാരിക, കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്താ എന്താ ഉണ്ടാവുക? വീടിനെന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാതാകുന്നാ പറയാറ്.
ജോൽസിന്റെ അടുത്തൊന്ന് ചോദിച്ചു മനസ്സിലാക്കിയതാ. ആ ജോലി വീട്ടിലെ മൂത്ത മരുമകളോ മകളോ പേരക്കുട്ടിയോ ആരെങ്കിലും ചെയ്താ പോരെ? ഞങ്ങളോ? എന്തോ ഞങ്ങൾക്ക് വയ്യ. ആന്റിയുടെ അതേ ജാതകത്തിലുള്ള പെൺകുട്ടി തന്നെ ചെയ്യണോന്നാ. ആ ഇതും ആ ജ്വൽസിൻ പറഞ്ഞാണോ? അതേന്നേ. എന്റെ അമ്മേ, നാളെ നല്ല ദിവസാ. നാളെ മുടക്കമില്ലാതെ ചെയ്തു കഴിഞ്ഞാ കല്യാണത്തിന് പിന്നെ മറ്റൊരു തടസ്സം ഉണ്ടാവില്ല. അവനി പറഞ്ഞതൊക്കെ നമ്മുടെ കല്യാണം നടക്കാനല്ലേ നിഹാരിക? നിന്റെ അഭിപ്രായം എന്താ? അവള് തയ്യാറാടാ. ഇത്തരം കാര്യങ്ങളിലൊന്നും നിഹാരിക ഒരിക്കലും പുറകോട്ട് നിൽക്കില്ല. പിന്നെ ഇതുപോലത്തെ പൂജകളൊക്കെ ഇവിടെ ഒരുപാട് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അവൾ എങ്ങനെ വേണ്ടെന്ന് വെക്കും? അവനീ പറഞ്ഞ പോലെ തന്നെ ചെയ്യും. നിഹാരിക പക്ഷെ ഒരു ഗ്രീൻ സിഗ്നൽ തരുന്നില്ലല്ലോ അമ്മേ. അല്ലേ മോളെ, നീ ചെയ്യില്ലേ? അയ്യോ എന്തൊരു ചോദ്യം. ഉറപ്പായിട്ടും ചെയ്യാലോ അമ്മേ. ഇതൊക്കെ എനിക്ക് ചെറുപ്പം തൊട്ടേ ശീലമായതല്ലേ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, വേഗം ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഇത്തരം സ്കീമൊന്നും ആണുങ്ങൾക്കില്ലല്ലോ. മഹാഭാഗ്യം. അമ്മ അവളുടെ പാചകത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞപ്പോ തന്നെ നോക്കി അവള് പുച്ഛഭാവത്തിലാടോ നിന്നത്. തന്നെ പ്രശംസിച്ചതൊന്നും അവക്ക് സഹിച്ചിട്ടേ ഇല്ല. അപ്പൊ ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച എല്ലാവരും നമ്മളെ തെറ്റിദ്ധരിക്കില്ലേ? ആ നിഹാരികയ്ക്കാണെങ്കിൽ നമ്മുടെ മേലെ സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. അല്ലെങ്കിൽ ആവനിയുടെ പേരൊന്ന് ഉച്ചത്തിൽ പറയാൻ പോലുള്ള യോഗ്യത നിനക്കില്ലെന്ന് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞേനെ. എല്ലാ ആചാരങ്ങളും അറിയാം. എന്ത് പൂജയാണെങ്കിലും റെഡിയാണെന്നൊക്കെ അവളല്ലേ ബിൽഡപ്പ് ചെയ്തേ. താൻ കൊടുത്ത ടാസ്ക് കേട്ട് അവൾ ആകെ പെട്ടിരിക്കുക. നല്ല സൂപ്പർ പണിയായി പോയി. എന്റെ ഊഹം ശരിയാണെങ്കിൽ നിഹാരിക അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. നേരം വെളുക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു തടസ്സം പറഞ്ഞ് അവൾ അവളുടെ വീട്ടിലേക്ക് പോവും. അത് മതിയടോ. അമ്മയുടെ മുന്നിൽ അവളെ പെടുത്താൻ അത്രയും മതി. കുടില ബുദ്ധിയോടെ അവൾ എന്റെ കുടുംബത്തിലേക്ക് കയറി വന്നേ. എന്റെ കുടുംബത്തെ ആരെങ്കിലും നോവിക്കാൻ നോക്കിയാ ഞാനത് നോക്കി നിൽക്കൂ. അവളുടെ സ്വഭാവം പുറത്തു കാണിച്ച് അവളെ ഇവിടുന്ന് പുറത്താക്കുന്നത് വരെ എന്റെ പ്രയത്നം ഞാൻ തുടരും. താൻ കൊടുത്ത ആദ്യത്തെ ടാസ്കിൽ തന്നെ പരാജയപ്പെട്ടിട്ട് അവളുടെ തെറ്റ് അവള് തന്നെ തുറന്നു പറയും. അങ്ങനെ സംഭവിക്കുന്ന സന്തോഷം. ഇനിയും കുറച്ചു ദിവസം കൂടി അവളെ സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും നല്ല ഐഡിയയുമായിട്ട് താൻ തിരിച്ചു വന്നപ്പോ അതെനിക്ക് എത്ര സന്തോഷമായിന്നറിയോ? എന്റെ നിസ്സഹായത ആലോചിച്ച് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. ഞാനായിട്ട് തന്നെ എന്തെങ്കിലും ഒരിക്കലും ധൈര്യം കാണിച്ച് നമ്മുടെ കല്യാണത്തെ പറ്റി പറഞ്ഞിരുന്നുവെങ്കിൽ താൻ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ കണ്ടെത്തുന്നതിന് പകരം ആ ബാധ്യതയും ഞാൻ തന്റെ തലയിൽ വെച്ചു. ഐ എം റിയലി സോറി. ഒരു തരത്തിലെ ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മുടെ ബന്ധം ഈസിയായിട്ട് മുന്നോട്ട് പോകുന്ന ഞാൻ കരുതി. ഇത്രയും തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കരുതിയില്ല. നീന്തൽ അറിയുന്ന ആള് ഒരു കരയിൽ ചെന്ന് എത്തുന്നത് വരെ നീന്തിക്കൊണ്ടേയിരിക്കും. നീന്തൽ അറിയാത്തവര് നടുവിൽ വെച്ച് മുങ്ങിപ്പോവും. ചെറിയ പ്രായം തൊട്ടേ കഷ്ടപ്പാടുകൾ അറിഞ്ഞു തന്നെയാണ് ഞാൻ വളർന്നത്. അടുത്തുള്ള കരയിൽ ഞാൻ എത്തുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആ ഭഗവാൻ ഇതിനൊക്കെ എന്തവസാനം കണ്ടതെന്ന് എനിക്കറിയണം. ഈ വിഷമങ്ങൾക്കിടയിലുള്ള എന്റെ സന്തോഷം എന്താണെന്ന് അറിയോ? ഇതെന്റെ വല്യച്ഛന്റെയും എന്റെ അമ്മായിയുടെയും കുടുംബമാണ്. അതാ എന്റെ മനസ്സിന് ചെറിയൊരു സമാധാനം നൽകുന്നത്.
നിഹാരിക ഈ സമയത്ത് വിളിക്കുന്ന നമ്മൾ ഫോൺ ചെയ്താൽ പോലും അവൾ എടുക്കില്ലല്ലോ. അപ്പൊ അവള് വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. കോൾ എടുത്തിട്ട് സ്പീക്കർ ഓൺ ചെയ്യേ. ഹലോ ബേബി, എന്താ വിശേഷം? ഒരു സുഖമില്ല. പനി എന്തേലും പിടിച്ചോ? വരുമെന്ന് തോന്നുന്നു. എന്താ മോളെ? എനിക്ക് ഈ അമ്പല വീട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്നാ തോന്നുന്നത്. എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ശരിക്കും എന്താ സംഭവിച്ചേ? സമ്പ്രദായം എന്ന് പറയുമ്പോ വെള്ളം നിറയ്ക്കുക, ദീപം തെളിയിക്കുക, പൂജ ചെയ്യുക എന്നൊക്കെയാ കരുതിയെ. ഇവിടെ പക്ഷെ അതിന് മുകളിലേ എല്ലാം. എന്ത് ചെയ്യാനാ മോളെ പറയുന്നേ? അതിരാവിലെ 3 മണിക്ക് എഴുന്നേക്കണോ അത്ര.